പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തൻ്റെ നാമത്തെ പ്രതി നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. ഈ സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കുറച്ച് നേരം പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഹൃദയപൂർവ്വം ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മളോടൊപ്പം ഉള്ള ഈ ദൈവമക്കൾ അനേക അവസ്ഥകളിലിരിക്കുന്നവരാണ്. ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, അനേക നാളുകളായി വലിയ നിരാശയിലും സങ്കടത്തിലും കഴിയുന്നവർ, വലിയ കടബാധ്യതയുള്ളവർ, രോഗനിമിത്തം ഒരുപാട് വേദനിക്കുന്ന ഹൃദയങ്ങൾ, കുടുംബ പ്രശ്നം നിമിത്തം മനസ്സ് തകർന്നിരിക്കുന്നവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ വേദനിച്ചുകൊണ്ടിരിക്കുന്നവർ, അനേക നാളുകളായി വിശ്വാസം നഷ്ടപ്പെട്ട് നിരീശ്വരമായ അവസ്ഥകളിലൂടെ ആത്മാവ് കടന്നു പോകുന്ന അവസ്ഥ, അന്ധകാരത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾ, വിശ്വാസം നഷ്ടപ്പെട്ടവർ, ഇങ്ങനെ ഒരുപാട് അവസ്ഥയിരിക്കുന്നവരുണ്ട്. ഈ സമയം സകല ജഡത്തിൻ്റെ മേലും സകല ഹൃദയങ്ങളുടെ മേലും കർത്താവ് കൃപ വർഷിക്കും. കർത്താവ് അവിടുത്തെ ശക്തിയാൽ നമ്മെ വിശുദ്ധീകരിക്കും. അവിടുന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തും. നമ്മുടെ സങ്കടങ്ങളിൽ തൻ്റെ ആത്മാവിനെ അയച്ച് അവിടുന്ന് നമ്മളെ ബലപ്പെടുത്തും. കൈകളെ ഉയർത്തിപ്പിടിക്കുക, സകല ഹൃദയങ്ങൾ ഒന്നിച്ചു ചേരുക, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഈ സമയം അങ്ങയുടെ കരം നീട്ടി ഞങ്ങളെ തൊടണമേ. ഈശോയെ, ഇപ്പോൾ ഞങ്ങളെ സ്പർശിക്കണമേ. ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയാ അടയാളങ്ങൾ കാണാം, അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ശക്തിയെ കർത്താവേ, കരം നീട്ടണമേ. ശാന്തിക നിറയാ അടയാളങ്ങൾ കാണാ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ. കരങ്ങളടിച്ചണമേ. ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്താ, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്താ, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്താ, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്കുസ്താ. കർത്താവേ, കരം നീട്ടണമേ. അങ്ങേ പരിശുദ്ധദാസന യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിക നിറയാ അടയാളങ്ങൾ കാണാ, ഭൂതലത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന അങ്ങയുടെ ആഗമനത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ ആത്മാവെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഓ യേശുവേ, കൃപയുടെ രാജാവേ, പാപശക്തികപ്പെടുത്തിയെത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ, പാപശക്തികപ്പെടുത്തിയെത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീരി ചാമ്പലായി പോകട്ടെ, അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീരി ചാമ്പലായി പോകട്ടെ. പാപശക്തികപ്പെടുത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ, പാപശക്തികപ്പെടുത്തിയെത്തിയ പ്രസ്ഥാനങ്ങൾ തകരട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീരി ചാമ്പലായി പോകട്ടെ, അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീരി ചാമ്പലായി പോകട്ടെ. കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ, കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. അഭിഷേകത്തി ജ്വാലകളാല് ഭൂതലമാകെ നിറയട്ടെ, അഭിഷേകത്തി ജ്വാലകളാല് ഭൂതലമാകെ നിറയട്ടെ. ആഗതമാകട്ടെ വേഗം, ഇപ്പോൾ സംഭവിക്കട്ടെ കർത്താവേ, ആഗതമാകട്ടെ വേഗം പുതിയ ആഗതമാകട്ടെ അത്ഭുതത്തിന്റെ രാജാവേ, കൃപയുടെ രാജാവേ, ശക്തിയുടെ അഭിഷേകമേ, ഇപ്പോൾ വ്യാപരിക്കണമേ, ഇപ്പോൾ ഇടപെടണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി സകല ദൈവമക്കളും വലിയ ആഗ്രഹത്തോടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു.
കൃപ വർഷിക്കണമേ, രോഗങ്ങൾ സുഖപ്പെടുത്തണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ചിന്തിക്കാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനമാണ് എസെക്കിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 36-ാം അധ്യായത്തിൽ 25-ഉം 26-ഉം തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. നിർമ്മലരാക്കുന്ന കർത്താവ്. നമ്മുടെ ഹൃദയം അന്ധകാരത്തിൽ പൂണ്ട് കിടക്കുകയാണ്. നമ്മുടെ ഹൃദയം ഒരുപാട് വിഗ്രഹങ്ങളെ കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ, വ്യഗ്രത, ആസക്തികൾ, പാപങ്ങൾ, ലോകമോഹങ്ങൾ, സുഖലോലുപത, ലോകത്തിൻ്റെ സകല നേട്ടങ്ങൾക്കും വേണ്ടിയുള്ള ഭ്രാന്തമായ ആഗ്രഹങ്ങൾ, പണക്കൊതി, ദ്രവ്യാസക്തി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നമ്മുടെ ഹൃദയം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ദൈവമായ കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. സകല വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ ഞാൻ വിമോചിപ്പിച്ച് നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. എസെക്കിയേൽ 36:25 ഒരു വാഗ്ദാനമാണ്. ഞാൻ നിങ്ങളെ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം. എന്താ ശിലാഹൃദയം? ശിലാഹൃദയം എന്ന് പറഞ്ഞാൽ കല്ല് പോലുള്ള ഹൃദയം, കരിമ്പാറ പോലെ ഹൃദയം. എന്ത് വന്നാലും ഒരു ഫീലിങ്ങും ഇല്ല. ദൈവം വന്നോ വന്നില്ലേ, ഐ ഡോണ്ട് കെയർ. ദൈവം ഉണ്ടോട്ടെ, ഉണ്ടായിക്കോട്ടെ, ഉണ്ടാകാതിരുന്നോട്ടെ. ദൈവിക കാര്യങ്ങളിൽ ഒരു ടേസ്റ്റ് ഇല്ല, ഒരു താല്പര്യമില്ല. ഒരു മാംസളമായ ഹൃദയം, ഒരു മാനുഷിക വികാരം, ഒരു മനുഷ്യത്വം ഇല്ലെങ്കിൽ പിന്നെ എന്താ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ചലനം അറ്റുപോയി കരിങ്കല്ല് പോലെ ആകും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് പള്ളി പോയാലും ധ്യാനം വന്നാലും കുർബാനയാണെങ്കിലും ഈശോ വന്നാൽ എല്ലാം ഒരു ഫീലിങ്ങും ഇല്ല, ഒരു ആവേശവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല. ശവത്തിൻ്റെ മുമ്പിൽ ബിരിയാണി വെച്ച പോലെയാണ് ആത്മീയ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച്. കാരണം ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനം അറ്റുപോയി ഹൃദയം കരിങ്കല്ല് പോലെ ആയിത്തീർന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവ് പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ശിലാഹൃദയം, ദൈവിക കാര്യങ്ങൾ താല്പര്യമില്ലാത്ത ഹൃദയം, പ്രാർത്ഥിക്കുമ്പോൾ അനുഭവമില്ലാത്ത ഹൃദയം, മാംസളമല്ലാത്ത ഹൃദയം, ക്ഷമിക്കാൻ പറ്റാത്ത ഹൃദയം, ഞാൻ നിങ്ങളുടെ ശിലാഹൃദയം, കല്ലുപോലുള്ള ഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഇതൊരു വാഗ്ദാനമാണ്. 27-ാമത്തെ വാക്യം അതും വളരെ പ്രധാനപ്പെട്ടതാണ്. എസെക്കിയേൽ 36:27. അങ്ങനെ ആ ശിലാഹൃദയം മാറി ദൈവം നമുക്കൊരു മാംസളമായ ഹൃദയം തന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേക അവസ്ഥയുണ്ടാകും. എന്താ അവസ്ഥയുടെ പ്രത്യേകത എന്നറിയാവോ? എനിക്ക് ദൈവത്തെ അന്വേഷിക്കണം, എനിക്ക് വെളുപ്പിന് എഴുന്നേൽക്കണം, എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് കുർബാന വേണം, എനിക്ക് കുമ്പസാരിക്കണം. ഇങ്ങനെ ദൈവിക ദാഹമുള്ള, ദൈവത്തിൻ്റെ മനസ്സിൻ്റെ വേദന അറിയുന്ന, ആത്മാവ് ചലിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവ് ഭരിക്കുന്ന ഒരു പുതിയ ഹൃദയം.
ആ പുതിയ ഹൃദയത്തിൻ്റെ പ്രത്യേകതയാണ് എനിക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ കാക്കണം, എനിക്ക് പാപം ചെയ്യാതെ ജീവിക്കണം, എനിക്ക് വിശുദ്ധി വേണം, ഇങ്ങനത്തെ ആഗ്രഹം ഉണ്ടാവും. അതാണ് തുടർന്ന് 27-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. നിയമങ്ങൾ പാലിക്കുന്ന ശ്രദ്ധയുള്ളവർ. ഒരു കുഞ്ഞു വാക്കുകൊണ്ട് പോലും ദൈവവചനം ലംഘിക്കരുത്, എൻ്റെ കർത്താവിനെ വേദനിപ്പിക്കരുത്. എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ള ഒരു ഹൃദയം, കർത്താവിൻ്റെ നിയമം കാക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരു ഹൃദയം. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ദൈവം ഉണ്ടായിരിക്കാം, ഐ ഡോണ്ട് കെയർ, ഇങ്ങനെ ജീവിക്കുന്നവർ. എന്നാൽ അങ്ങനെയല്ല, എൻ്റെ കൽപ്പനകൾ കാക്കുന്നതിൽ ശ്രദ്ധയുള്ളൊരു ഹൃദയം, എൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിൽ ആനന്ദിക്കുന്ന ഒരു ഹൃദയം ദൈവം തരും. ഞാൻ എൻ്റെ സെമിനാരി ജീവിതകാലത്ത് ഈ വചനഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട്. ഞാൻ വൈദികനായിരുന്ന ആദ്യ വർഷകാലങ്ങളിൽ ഈ വചനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ദൈവവചന ഭാഗം പലപ്പോഴും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ നിവർത്തിതമാകും, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും. ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് ആ ചെറുപ്പക്കാരൻ്റെ അനുഭവം പറഞ്ഞു. പെട്ടെന്ന് തന്നെ പരിശുദ്ധാത്മാവ് എൻ്റെ ചിന്തകളെ ഈ വചനഭാഗങ്ങളിലേക്ക് കൊണ്ടുവന്നു. ആ ചെറുപ്പക്കാരൻ്റെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഡോംസൺ, കൊല്ലം കടവൂർ സെൻറ്റ് കാശ്മീർ ഇടവകയിൽ നിന്ന് വരുന്നു. 8 മാസം മുമ്പ് ന്യൂറോ സംബന്ധമായിട്ട് ഒരസുഖം വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അങ്ങനെ 7 ഡോക്ടറോളം കാണിച്ചു. ലാസ്റ്റ് 8ാമത്തെ ഡോക്ടറെ കണ്ടപ്പോൾ 20,000 പേരിൽ ഒരാൾക്ക് വരുന്ന മജിസ്റ്റീന ഗ്രേവിസ് എന്നുള്ള അസുഖമാണെന്ന് പറഞ്ഞു. ഒരു റയർ ഡിസീസ്. അങ്ങനെ മരുന്ന് കഴിക്കും തോറും അസുഖം കൂടുവാണ്, കുറയുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ കൊല്ലത്ത് കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് കൺവെൻഷന് കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബ് എടുത്ത് അച്ഛൻ്റെ അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരുന്നു. ഒരു വലിയ ഞെരുക്കം വന്ന സമയത്ത് പരിശുദ്ധാത്മാ പറഞ്ഞു, ഇങ്ങനെ ഒരു വചന ശുശ്രൂഷയുണ്ട്, അത് കേൾക്കുന്നത് നല്ലതാണ് എന്നൊരു ഉള്ളിലൊരു തോന്നൽ അല്ലേ. അതനുസരിച്ച് യൂട്യൂബിൽ അഭിഷേകാഗ്നി കേട്ട് അങ്ങനെ അരമണിക്കൂർ ധ്യാനങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. കണ്ട് ഒരു ദിവസം 5 മണിക്കൂറെങ്കിലും ഞാനത് കണ്ടു. അങ്ങനെ 5ാമത്തെ ദിവസം രോഗികളുടെ നാഥൻ എന്ന പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതേ രൂപത്തിലുള്ള ഈശോയുടെ രൂപം എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ തോന്നുകയും ഈ 5 ദിവസം 5 മണിക്കൂർ വെച്ച് വചനം കേട്ടപ്പോൾ രോഗികളുടെ നാഥൻ എന്ന പുസ്തകത്തിലുള്ള ഈശോയുടെ രൂപം ഈ മകന് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത അഭിഷേകാഗ്നി കൺവെൻഷൻ്റെ തുറന്ന കുമ്പസാരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ അടുത്തുള്ളൊരു പള്ളിയിൽ പോയിട്ട് പെട്ടെന്ന് വണ്ടി ഓടിക്കാനൊന്നും പറ്റത്തില്ല, എങ്ങനെയെങ്കിലും വണ്ടി ഓടിച്ച് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു തുറന്ന കുമ്പസാരം 3/4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ശരിക്കും പോയി മനസ്സ് തുറന്ന് ഒരു 3/4 മണിക്കൂറിൽ സമയം എടുത്ത് പൊട്ടിക്കരഞ്ഞങ്ങോട്ട് കുമ്പസാരിച്ച്. എനിക്ക് 2 കാല് നടന്നു കഴിഞ്ഞാൽ പിന്നെ കാലനങ്ങത്തില്ല. കൈ പൊക്കി പിടിച്ചാൽ കൈ തന്നെ ഇങ്ങനെ താഴെ വീഴും. ആഹാരം കഴിക്കാൻ 2 ചവ വെച്ചാൽ പിന്നെ ചവയ്ക്കാനൊക്കത്തില്ല. കണ്ണ് തുറക്കാനും പറ്റത്തില്ല, അടയ്ക്കാനും പറ്റത്തില്ല. അങ്ങനെ ലോകത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ആ ലോകത്തിൻ്റെ അവസ്ഥ അതായിരുന്നു. അങ്ങനെ കുമ്പസാരിച്ചിട്ട് വന്ന് 2 ദിവസം കഴിഞ്ഞ് മൊത്തത്തിൽ 7ാമത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ ഞാൻ എങ്ങനെ മുട്ടുകുത്തി എന്നൊന്നും എനിക്കറിയത്തില്ല. മുട്ടുകുത്തിയിരുന്നപ്പോൾ അച്ഛൻ്റെ ശുശ്രൂഷ കേട്ടോണ്ടിരിക്കുമായിരുന്നു മൊബൈലിലൂടെ. അച്ഛൻ്റെ ശുശ്രൂഷ മൊബൈലിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ മുട്ടുകുത്താൻ തോന്നി. അപ്പം തന്നെ അവിടെ മുട്ടുകുത്തി. ആരോ എന്നെ ഇങ്ങനെ കുലുക്കുന്ന കണക്ക് തോന്നി, എന്തോ ഒന്ന് ശരീരത്തിൽ നിന്ന് പറന്നു പോകുന്ന കണക്ക് തോന്നി. പിന്നെ ഒരു സ്റ്റെപ്പ് എനിക്ക് മേളിലോട്ട് നടന്ന് കാല് വെക്കാനൊക്കാത്ത ഞാൻ അന്നേക്ക് 11ാമത്തെ ദിവസം 4 നിലയുടെ മേളിൽ കയറി ജോലി ചെയ്തു. 4 നില കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി ജോലിക്ക് പോകാൻ. അന്ന് ആ വചനം കേട്ടോണ്ടിരുന്നപ്പോൾ ഒരാൾ വന്നിങ്ങനെ പൊതിയുന്നതും ഇങ്ങനെ കുലുക്കുന്നതായൊരു അനുഭവം ഉണ്ടായി. ശരീര സൗഖ്യം പ്രാപിച്ച് മുന്നേ മുട്ടുകുത്താം, എഴുന്നേക്കാം, നടക്കാം, ഇരിക്കാം. അന്നേക്ക് 4ാം ദിവസം തൊട്ട് 4 നില കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി ജോലി ചെയ്യാൻ തുടങ്ങി.
ശരിക്കും 4 നില കെട്ടിടത്തിൻ്റെ മേളിൽ കയറി വെൽഡിങ്ങിൻ്റെ ജോലിയാണ്. 4 നില കെട്ടിടത്തിന് മുകളിൽ കയറി വെൽഡിങ്ങിൻ്റെ ജോലി. മറ്റേത് കൈ ഉയർത്തിയാൽ ഇങ്ങനെ തന്നെ കുഴഞ്ഞു വീഴും. 1 കിലോ വെയിറ്റ് എടുക്കാനൊക്കത്തില്ല. ആണോ? അപ്പോഴേക്കും താന്ന് വീഴും. അപ്പോഴത്തേക്ക് ഇങ്ങനെ വീഴും താഴെ. കാല് മുമ്പോട്ട് വെക്കാനൊക്കത്തില്ല. മുട്ടുകുത്താനൊന്നും പറ്റില്ല. മുട്ടുകുത്താൻ പറ്റില്ല. ചവച്ചങ്ങനെ ചവച്ച് 2 തവണ ചവച്ചിങ്ങനെ നിൽക്കുള്ളൂ. 2 തവണ ചവച്ച് കഴിഞ്ഞാൽ 3-ാമത്തെ തവണ അനങ്ങൂല. ഈ സാധനം അനങ്ങാ മേൽത്താടിയിലും കീഴ്ത്താടിയിലും അങ്ങനെ അങ്ങോട്ട് നിൽക്കും. കണ്ണ് തുറക്കുകയില്ല, അടക്കുകയില്ല. അപ്പോൾ ഓടാനൊന്നും പറ്റില്ല. സ്റ്റെപ്പ് ഒന്ന് കയറാൻ അല്ലേ? 4 സ്റ്റെപ്പ് വെക്കുമ്പോൾ കഴിഞ്ഞു. അവിടെ തീർന്നു. ജോലിക്ക് പോകാൻ പറ്റാതെ ഇങ്ങനെ ദിവസങ്ങളോളം ഇരിപ്പായിരുന്നു അല്ലേ? ഇപ്പം ഇന്നലെയും ജോലി കഴിഞ്ഞിട്ടാണ് വന്നത്. 4 നില കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി വെൽഡിങ് ജോലി ചെയ്യാൻ തക്കത് ആരോഗ്യം ദൈവം അങ്ങോട്ട് കൊടുത്തു. 5 ദിവസം 5 മണിക്കൂർ വെച്ച് യൂട്യൂബിൽ അഭിഷേകിനെ കേട്ടു. അപ്പോഴത്തേനും ഈ രോഗികളുടെ നാഥൻ എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ള ഈശോയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഞാൻ കണ്ടിട്ടില്ല, മുമ്പ് കണ്ടിട്ടില്ല. ഈ പുസ്തകം മുമ്പ് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെ ധ്യാനത്തിലൊന്നും കൂടി വലിയ കണക്ഷനുള്ള ആളല്ല. ആദ്യത്തെ ധ്യാനമാണ് ഇത്, വീട്ടിലിരുന്നാണ് കാണുന്നത്. ആദ്യമായിട്ടാണ് യൂട്യൂബിൽ വചനം കേൾക്കാൻ തുടങ്ങിയത്. യൂട്യൂബിൽ മാത്രമല്ല, മൊത്തത്തിൽ ആദ്യമാണ്. മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിനൊരു താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഒരു പ്രത്യേക ഡോക്ടറെ കൂടെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഇത് സാധാരണ കാര്യമല്ല, 20,000 പേരിൽ ഒരാൾക്കൊക്കെ ചിലപ്പോൾ ഒക്കെ വരാവുന്ന വിധത്തിലുള്ള ഒരു റെയർ ഡിസീസാണ്. ഇതിൻ്റെ ചികിത്സ അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞ് ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ചവ കഴിഞ്ഞാൽ പിന്നെ വായ അവിടെ നിൽക്കും. അത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് സമയത്ത് റോട്ടിൽ കേടായി കിടക്കുന്ന വണ്ടിയില്ലേ, അതേപോലെ വായ എങ്ങനെ അവിടെ നിൽക്കും, പിന്നെ വായ ഇറങ്ങിയല്ല. പിന്നെ നമ്മൾ കൈ ഉയർത്തി പിടിച്ചാൽ തന്നെ കൈ താഴ്ത്തിക്ക് ഇങ്ങോട്ട് പോരും. 4 ചുവട് വെച്ചാൽ പിന്നെ കാലനങ്ങിയല്ല, കാലവിടെ നിൽക്കും. കണ്ണ് തുറക്കുന്നതാണ് തുറന്ന അവിടെ ഇരുന്നോളൂ, അടച്ചു വെച്ച് അടച്ചവിടെ ഇരുന്നോളൂ. അങ്ങനെ ഇങ്ങനെയൊന്നും അനങ്ങണ്ട, കൺപോളേക്കൊന്നും അനങ്ങണ്ട, അനങ്ങിയല്ല. അങ്ങനെ ശരീരം മുഴുവനും ഒരു പ്രത്യേക ഒരു ഒരു കഠിന രോഗാവസ്ഥയായി മാറി. പിന്നെ അല്ലേ, മുട്ടുകുത്താനും പറ്റില്ല, സംസാരിക്കാനൊന്നും അല്ലേ, ഫോൺ ഒന്ന് ഉച്ചത്തിൽ സംസാരിക്കാനൊന്നും പറ്റത്തില്ല, ഒരിക്കലും അല്ലേ, പറ്റത്തില്ല. ജോലിക്ക് പോകാൻ പറ്റില്ല. 6 മാസം കഴിഞ്ഞ് പിന്നാണ് ജോലിക്ക് പോകുന്നത്. 6 മാസം ഇതുപോലെ വീട്ടിൽ ഇരിപ്പാൻ. ഒരു കപ്പ് വെള്ളം പോലും എടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒന്ന് കൈ 1 കിലോ ഭാരമൊന്നും എടുക്കാൻ പറ്റില്ല അല്ലേ? പറ്റത്തില്ല. ബക്കറ്റിൽ വെള്ളം എടുക്കാൻ പറ്റില്ല. ഇല്ല. അലക്കാനൊന്നും പറ്റില്ല. ഒന്നും പറ്റില്ല. എല്ലാം അമ്മയും പപ്പ വൈഫും എല്ലാം കൂടെ ആയിരുന്നു ചെയ്തത്. പിന്നെ മദ്യപിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ സത്യം ചെയ്തിട്ടുണ്ട്, ഒരിക്കലും ഇനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇതിനകത്തോളത്തില്ല. ഇനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് എൻ്റെ കൈ കൊണ്ട് തൊടില്ല എന്ന് തീരുമാനം എടുത്തല്ലേ? ലോട്ടറി എടുക്കുമായിരുന്നു, ലോട്ടറി പിന്നെ തൊട്ടിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു തിന്മയായിരുന്നു ലോട്ടറി എടുക്കേണ്ട ശീലം, അതും നിർത്തി. പിന്നെ ദേഷ്യം വന്ന അസഭ്യ വാക്കുകൾ പറയായിരുന്നു. പിന്നെ ഇന്ന് വരെ ഒരെണ്ണം പറഞ്ഞിട്ടില്ല. ദുഷ്ട വാക്കുകൾ പറയാം, അസഭ്യ വാക്കുകൾ. ദേഷ്യം വന്ന വായി നിറച്ചും ഈ സാധനങ്ങൾ വരുമായിരുന്നു. അത് പിന്നെ വന്നിട്ടില്ല, വന്നിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. എനിക്ക് നിന്നെ പിടിച്ച് പിന്നെ അങ്ങനത്തെ ഒരു അസഭ്യവാക്ക് വായിന്ന് വന്നു. കാരണം അതിനു മുമ്പ് നാവൊക്കെ കുഴഞ്ഞു. നാവിൻ്റെ സ്ഥിതി എന്തായിരുന്നു? ഇല്ല, നിങ്ങൾ ഈ രോഗമുള്ള സമയത്ത് നാവിൻ്റെ സ്ഥിതി ഇങ്ങനെ നമുക്കിപ്പോഴും പോലെ ഇങ്ങനെ ശരിക്കും എപ്പോഴും നാവ് ഇങ്ങനെ ഇട്ട് അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. 2 വാക്ക് ഉറക്കം സംസാരിച്ചാൽ പിന്നെ സംസാരം ഇല്ല. നാവും കുഴഞ്ഞു. നമ്മളെ ഈ നാവിട്ടടിക്കണതേ നമ്മുടെ കഴിവുകൊണ്ടാന്ന് വിചാരിക്കണ്ട. 2 കഴിച്ചപ്പോൾ ഇങ്ങനെ ആക്കിയത് പിന്നെ നാവ് അവിടെ കടന്നാൽ എന്ത് ചെയ്യും? നാവ് അനക്കല്ലാതെ അവിടെ കടന്നു എന്ന് വിചാരിക്കും. എന്ത് ചെയ്യും? നാവ്, കൺപോളകൾ, പല്ല്, മേൽത്താടിയിൽ കീഴ്ത്താടിയിൽ, കൈകാലുകളെല്ലാം അനങ്ങാതെയാവും. മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ കൺമുമ്പിൽ ഇതെല്ലാം നിശ്ചലാകുകയാണ്. പക്ഷെ അന്ന് ആ വേദനയുടെ സമയത്ത് ഈശോയോടൊരു കാര്യം പറഞ്ഞ വചനം കേട്ട് പ്രാർത്ഥിച്ചു. 5-ാമത്തെ ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഈ ഈശോയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഈ പുസ്തകം ഒരിക്കലും കണ്ടു ജീവിതം ഒരിക്കലും ധ്യാനം അങ്ങനത്തെ കാര്യങ്ങളോ ഇങ്ങനത്തെ പുസ്തകങ്ങളൊന്നും എടുക്കുന്ന ആളൊന്നും അല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ആരോഗ്യമുണ്ട്, കുടുംബമുണ്ട്, നല്ല സ്ഥലത്താണ് ജീവിക്കുന്നത്, ഭക്ഷണമുണ്ട്, വീടുണ്ട്, ജോലിയുണ്ട്. ഇതിനൊന്നും ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല.
പള്ളിയിൽ പോകും വരും. അത്രേ ഉള്ളൂ. അത് നോർമൽ അല്ലേ? പള്ളിയിൽ പോകും തിരിച്ചു വരും, ഇത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. വചനം കേൾക്കാൻ തോന്നിപ്പിക്കുകയാണ്. അങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 5 ദിവസം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഈശോയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഈശോയുടെ രൂപം പ്രത്യക്ഷപ്പെട്ട് വീണ്ടും വചനം കേൾക്കാൻ തോന്നി. അങ്ങനെ വചനം കേട്ടപ്പോൾ ആദ്യം ഈശോ കേൾപ്പിച്ചത്, നീ ഒരു നല്ല കുമ്പസാരം ചെയ്യണം, നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ള ഒരു വചനദൂത് അല്ലേ? കുമ്പസാരിക്കാൻ വേണ്ടിയല്ല പിന്നത്തെ വചനം. നീ 5 ദിവസം കഴിഞ്ഞ് ഈശോയുടെ രൂപം പ്രത്യക്ഷപ്പെട്ട് അതിനുശേഷം നീ വചനം കേട്ടപ്പോൾ എന്താ കേട്ടത്? 5 ദിവസം ആ കുമ്പസാരിക്കണമെന്ന് തോന്നിയപ്പോൾ തന്നെ അപ്പൊ പോയി കുമ്പസാരിച്ചു. ഈ ഇത് കേട്ട് പിന്നെ കുമ്പസാരിക്കാൻ കുറിച്ചുള്ള ടോക്ക് കേട്ടു അല്ലേ? കുമ്പസാരം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു അങ്ങനെ. അപ്പൊ ഇങ്ങനെ കുമ്പസാരത്തിൽ ടോക്ക് ഇത് ഈ 5 ദിവസം കഴിഞ്ഞ് ഈശോ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം കേൾക്കുന്നത് നീ കുമ്പസാരിക്കണം എന്നുള്ള ഒരു ടോക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ വചനം കേട്ടപ്പോൾ പിന്നെ നേരെ പോയി. പിന്നെ ന്യായീകരിക്കുന്നില്ല, പെട്ടെന്ന് കുമ്പസാരിക്കാൻ തോന്നി, കുമ്പസാരിക്കാൻ പോയി, അന്നേരെ പോയി. അപ്പം തന്നെ പിന്നെ നീക്കി വെക്കാൻ നിന്നില്ല. ഇദ്ദേഹം ഇത് കേട്ട് ആത്മാവ് ഉള്ളിൽ പറഞ്ഞു കുമ്പസാരിക്കാൻ പോകാൻ പറഞ്ഞു. അപ്പം തന്നെ പിന്നെ നീട്ടി വെച്ചില്ല. ശരിക്കും സമയമെടുത്ത് പൊട്ടിക്കരഞ്ഞ് ജീവിതത്തിൽ അന്ന് വരെ നടക്കാത്ത പോലെ ശരിക്കും ഒരു കുമ്പസാരിച്ചു. 3/4 മണിക്കൂർ നിന്നു ശരിക്കും അവിടെ നിന്നാണ് കുമ്പസാരിച്ച്. അപ്പം തന്നെ അതിന് മുമ്പ് തന്നെ ഒരു നിശ്ചയദാർഢ്യത്തോടെ ഒരു ദൃഢനിശ്ചയം, ഈശോയുടെ ഒരു ആഗ്രഹം, ഒരു വാക്ക് പറഞ്ഞു. എൻ്റെ നാവ് കൊണ്ട് ഞാൻ ഇടതടവില്ലാതെ അസഭ്യം വിളിക്കായിരുന്നു, ഞാൻ അവിടെ നിർത്തുകയാണ്, ഇനിയില്ല, ഞാൻ സോറി നിർത്തി. ഞാൻ ഒരുപാട് വീത്തി അല്ല എന്താ പറയുന്നത്, കുടിക്കണ എന്താ പറയണത്, ഞാൻ ഒരുപാട് ഇങ്ങനെ വീത്തുമായിരുന്നു. ഇപ്പോൾ ഞാനിത് എൻ്റെ ഈ വാ കൊണ്ട് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലേ മരിക്കണ സെക്കൻഡ് വരെ കുടിക്കില്ല എന്നൊരു നിശ്ചയം എടുത്ത്. ലോട്ടറി അത് വേറൊരു ദുശീലായിരുന്നു. ആഴ്ചയിൽ 1000 രൂപ 1500 രൂപയ്ക്കൊക്കെ എടുക്കുക. ആഴ്ച തോറും അത്രയും പൈസയ്ക്ക് ലോട്ടറി എടുക്കുന്നത് കഠിന ബന്ധനമായിരുന്നു. മദ്യപിക്കുന്ന പോലെ തന്നെയുള്ളൊരു അഡിക്ഷനാണ് ലോട്ടറി എടുക്കുക. എൻ്റെ കൈ കൊണ്ട് ഇനി ഞാൻ ലോട്ടറി എടുത്ത് പാപം ചെയ്യില്ല എന്നൊരു തീരുമാനമെടുത്ത് അതവിടെ നിർത്തി. കുമ്പസാരിച്ച് തിരിച്ചു വന്ന് പിന്നെ വചനം കേട്ടപ്പോഴാണ് ഇങ്ങനെ മുട്ടുകുത്തിയതൊന്നും അറിഞ്ഞില്ല ഞാൻ. അപ്പോൾ വചനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഈശോ ഉള്ളിൽ തോന്നിപ്പിക്കുകയാണ്, നീ ഇങ്ങനെ ഇരുന്ന് വചനം കേൾക്കാതെ നീ മുട്ടുകുത്തിയിരുന്ന് വചനം കേൾക്കുന്ന പറയുകയാണ്. അങ്ങനെ മുട്ടുകുത്തിയിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്ന് കുലുക്കുന്നൊരനുഭവം അല്ലേ, ഏതോ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ശരീരത്തിൽ നിന്ന് ചില ശക്തികളും ഭാരങ്ങളും രോഗങ്ങളും തിന്മകളെല്ലാം അങ്ങോട്ട് വിട്ടൊഴിഞ്ഞ് ഇറങ്ങി അങ്ങ് പോയി. പിന്നെ കൈ അനക്കാം കാലനക്കാം, ആരോഗ്യം വീണ്ടും കിട്ടി. 5 വർഷം മരുന്ന് കഴിച്ചാലും മാറത്തില്ലെന്ന് പറഞ്ഞതാണ്, റിക്കവർ ആവത്തില്ല. 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിച്ചാലും ഇത് റിക്കവറി ആകാൻ ചിലപ്പോൾ റിക്കവറി ആയേക്കാം, ഇത്രേ പറയുന്നുള്ളൂ ഡോക്ടർമാർക്ക്. മെഡിക്കൽ സയൻസ് അനുസരിച്ച് അങ്ങനത്തെ ഒരു രോഗമായിരുന്നു അത്. ആ സമയത്ത് വചനം കേട്ട സമയത്ത് ഈശോയുടെ ഒരു സ്പർശനം. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അല്ലേ 2 ദിവസം തൊട്ട് റിക്കവറി ആയി. പിന്നെ 11ാമത്തെ ദിവസം ഈ 4 നിലം കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി ജോലി ചെയ്യാവുന്ന ആരോഗ്യം, ജോലിക്ക് പോകാൻ തുടങ്ങി. ജോലിക്ക് പോയി, പിന്നെ മുടക്കിയിട്ടില്ല ഇന്ന് വരെ. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ മുടക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജോലിയാണ്, ഒരു കുഴപ്പമില്ല. എസെക്കിയേൽ 36-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയണത്, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും എൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. ആ മകന് പുതിയ ഹൃദയം കിട്ടി. ശിലാതുല്യമായ ഹൃദയമുള്ള സമയത്ത് വചനം എങ്ങനെയെങ്കിലും കേട്ടാൽ മതി, ഇരുന്ന് കേൾക്കും, താല്പര്യമില്ല, ചിലപ്പം കേൾക്കും ചിലപ്പം കേൾക്കുകയില്ല, ഇങ്ങനെയായിരുന്നു. പക്ഷേ ദൈവം ആ ശിലാതുല്യമായ ഹൃദയം മാറ്റി മാംസളമായൊരു ഹൃദയം കൊടുത്തു. ആ മകൻ പറയുകയാണ്, എനിക്ക് വചനം കേൾക്കുമ്പോൾ സാധാരണ പോലെ ഇരിക്കാൻ തോന്നുന്നില്ല, എനിക്ക് മുട്ടുമേൽ നിന്ന് ദൈവഭക്തിയോടുകൂടെ ദൈവിക കാര്യങ്ങളിൽ പങ്കുചേരാൻ തോന്നുകയാണ്. വീണ്ടും അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത് 28, നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. അപ്പോൾ അപ്പനും മകനും തമ്മിലുള്ള ഭയങ്കര ബന്ധമാണ്, പിന്നെ സന്തോഷമാണ്, പിന്നെ വലിയ ആനന്ദമാണ്, പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കണം, ദൈവിക കാര്യങ്ങളിൽ സന്തോഷം. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. കർത്താവ് വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. 29-ാമത്തെ വാക്യം എസെക്കിയേൽ 36:29, എല്ലാ അശുദ്ധിയിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിക്കും, ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും,
ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യം ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും, ജോലിയിൽ നല്ല സമൃദ്ധി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും, മടുപ്പില്ലാതെ ജോലി ചെയ്യാൻ നല്ല മനസ്സുണ്ടാകാൻ ഞാൻ കൽപ്പിക്കും. നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും കർത്താവ് കൽപ്പിക്കും, അവിടെ അനുഗ്രഹം ഉണ്ടാവും. ധാന്യങ്ങളോട് കൽപ്പിക്കും, സമൃദ്ധമായ ധാന്യം ഉണ്ടാകും. ആരോഗ്യത്തോട് കൽപ്പിക്കും, നല്ല ആരോഗ്യം ഉണ്ടാകും. കുടുംബത്തിൻ്റെ മേൽ കർത്താവ് വചനം വായിക്കും, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. ആത്മാവിൻ്റെ മേൽ കൽപ്പന അയക്കും, ആത്മാവ് ദൈവഭയമുള്ള ആത്മാവായി മാറും. കർത്താവ് കൽപ്പിക്കും, അനുഗ്രഹം കൊണ്ട് നിറയും. അത് കർത്താവ് പറയാണ്, ഞാൻ ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ കൽപ്പിക്കും. നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല. പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും. അപ്പോൾ നിങ്ങളുടെ ദുർമാർഗ്ഗങ്ങളും ദുഷ്പ്രവൃത്തികളും നിങ്ങൾ ഓർക്കുകയും നിങ്ങളുടെ തെറ്റുകളെയും നിന്ദ്യമായ പ്രവൃത്തികളെയും കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു വെറുപ്പ് തോന്നുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലൊരു പുതിയ ഹൃദയം തരുന്നവനാണ് കർത്താവ്. ഒരു പുതിയ ഹൃദയം തരുന്നവനാണ് കർത്താവ്. അവിടുന്ന് നമ്മളെ സകല മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക മണ്ഡലങ്ങളെയും നമ്മുടെ ബുദ്ധിയുടെ പഠന മേഖലകളെയും നമ്മുടെ കുടുംബ മണ്ഡലങ്ങളെയും നമ്മുടെ സമസ്ത മേഖലകളെയും അവൻ വചനമയച്ച് അവൻ അന്ധകാര ശക്തികളിൽ നിന്ന് മോചിപ്പിക്കും. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് അവിടുന്ന് ചെയ്യുന്നതെന്ന് എസെക്കിയേൽ പ്രവചനത്തിൽ 36-ാം അധ്യായത്തിൽ 22-ഉം 23-ഉം തിരുലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വചനം ഇങ്ങനെ വായിക്കുന്നത്, ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിങ്ങളെ പ്രതി അല്ല, നിങ്ങൾ എത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെ പ്രതിയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. എൻ്റെ ജനമേ, ഇസ്രായേൽ ജനമേ, കേൾക്കുക. നിങ്ങൾ എത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെ പ്രതിയാണ് നിങ്ങളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. 23-ാമത്തെ തിരുലിഖിതം, ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠനാമത്തിൻ്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നിങ്ങളിലൂടെ എൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് സകല ജനതകളും അറിയാൻ വേണ്ടി തന്നെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മകനെ, മകളെ, നീ ഓർക്കുക, ഈ ഒരു മകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിശുദ്ധിക്ക് താല്പര്യമില്ല, പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ല, ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യമില്ല, ദൈവത്തോട് താല്പര്യമില്ല, നിത്യജീവന് താല്പര്യമില്ല. അദ്ദേഹം ഞായറാഴ്ച പള്ളിയിൽ പോകും, വരും, എങ്ങനെയെങ്കിലുമൊക്കെ വചനം കേൾക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്ന് കേൾക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ കർത്താവ് തൻ്റെ പരിശുദ്ധ നാമത്തെ പ്രതി വാക്കുകളെ പൂർത്തിയാക്കി, വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കി ആത്മാവിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ആ ദൈവഭക്തിയുള്ളതും ദൈവവചനങ്ങൾ കേൾക്കുന്നതും കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്നതിൽ ശ്രദ്ധയുള്ള ഒരു ഹൃദയം നൽകി കർത്താവ് അനുഗ്രഹിച്ച്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാനും നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് ഞാനും നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ ജീവിതം വഴി ഞാനും നിങ്ങൾ എത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ കർത്താവിൻ്റെ നാമത്തെ അശുദ്ധമാക്കുന്ന ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളും കർത്താവിൻ്റെ നാമത്തിനെ മഹത്വപ്പെടുത്തുന്ന ജീവിതമാണോ, കർത്താവിൻ്റെ നാമത്തെ ജനതകളുടെ ഇടയിൽ അശുദ്ധമാക്കുന്ന ഒരു ജീവിതമാണോ നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനും നിങ്ങളും ചിന്തിക്കണം. കർത്താവ് അതിനെക്കുറിച്ച് വളരെ ശ്രദ്ധയുള്ളവനാണ്. കർത്താവ് പറയാണ്, നിങ്ങൾ ജനതകളുടെ ഇടയിൽ അശുദ്ധമാക്കി എൻ്റെ വിശുദ്ധ നാമത്തെ പ്രതി എൻ്റെ പരിശുദ്ധി തെളിയിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഹൃദയം തരും. ആ ഹൃദയത്തിന് അശുദ്ധിയോട് അറപ്പ് തോന്നും. പിന്നെ ഒരിക്കലും അദ്ദേഹം പറഞ്ഞില്ലേ, ഇനി മരിച്ചാലും ഞാൻ കുടിക്കില്ല, ഇനി ഞാൻ ജീവിതകാലത്ത് ഞാൻ ലോട്ടറി എടുക്കില്ല, എൻ്റെ വായിൽ നിന്ന് കട്ടത്തെറി ഞാൻ പറയില്ല. പ്രിയപ്പെട്ടത്, അതെന്ന് പറഞ്ഞാൽ അതിനോടൊരു അറപ്പ് തോന്നി. വേറെ ആരും ഉപദേശിച്ചിട്ടല്ല, വേറെ ആരും നിർബന്ധിച്ചിട്ടല്ല, വേറെ ഒന്നിനെ പ്രതിയല്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കർത്താവ് ഒരു പുതിയ ഹൃദയം നൽകി, ശുദ്ധജലം തളിച്ച് സകല വിഗ്രഹങ്ങൾ നിർമ്മലമാക്കി. എങ്ങനെയാണ് നമുക്ക് വിശുദ്ധ ജീവിതം കർത്താവ് തരുന്നത്? എന്താണ് ഈ ശുദ്ധജലം? അതാണ് എഫേസ്യോസ് 5-ാം അധ്യായം 26-ാം തിരുലിഖിതം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജലം കൊണ്ട് കഴുകി വചനത്താൽ അവൻ വെണ്മയുള്ളതാക്കി. ഈ മകൻ പറഞ്ഞത് അനുഭവം അതല്ലേ? 5 മണിക്കൂർ കണ്ടിന്യൂസ് വചനം കേട്ട് വചനത്താൽ അവൻ കഴുകപ്പെട്ട് അവൻ്റെ ആത്മാവ് വെണ്മയുള്ളതായി തീർന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ നമ്മുടെ ഹൃദയഭാരങ്ങൾ സമർപ്പിച്ച് ഉച്ചത്തിൽ നമുക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം.
സമയം രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി എത്ര ഉച്ചത്തിൽ യേശുവിനെ വിളിക്കാമോ അത്രയും ഹൃദയം തുറന്ന് യേശുവിനെ വിളിച്ച് മക്കളെ പ്രാർത്ഥിക്കുക. അനേക നാളുകളായി നമ്മുടെ ഹൃദയം അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരുപാട് പാപം, തിന്മ, നിരാശ, വെറുപ്പ്, സങ്കടം, ലോകസ്വാധീനങ്ങളെല്ലാം കത്തിച്ചാമ്പലാകണം. വലിയ അഭിഷേകം നിറയണം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടശക്തിക പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ. ദുഷ്ടശക്തിക പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ. ദുഷ്ടശക്തിക പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ. ദുഷ്ടശക്തിക പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീറി ചാമ്പലായി പോകട്ടെ. കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാലെ ഭൂതലമാകെ നിറയട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാലെ ഭൂതലമാകെ നിറയട്ടെ.